ഹായ് ഗായ്സ്, അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീട് ഇന്നും പാടത്തേക്ക് വന്നിട്ടുള്ളതാണ് കേട്ടോ. നമ്മളത് വെള്ളം അതായത് പഴമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. നിക്കൂസിന് നമുക്ക് കഴിക്കാൻ അവിടെ ഇരുന്ന് ബോറടിക്കുമ്പോൾ പിന്നെ പിള്ളേരും ഉണ്ട് കേട്ടോ. പാടത്തിൻ്റെ അവിടെ നിൽക്കണുണ്ട്. അപ്പോൾ നമ്മൾ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇന്ന് പിള്ളേരുള്ളത് കൊണ്ട് നിക്കൂസിനെ കളിക്കാനായി എനിക്ക് കുറച്ച് റെസ്റ്റ് ചെയ്യാം വേണ്ട. നമ്മുടെ പോത്തപ്പന്മാർ വെള്ളമൊക്കെ കുടിച്ചിട്ടാണ് നടക്കുന്നത്. ഇന്ന് നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. ഇന്നലത്തേക്കാളും ഇന്ന് നല്ല വെയിലായിരുന്നു. അപ്പോൾ ഇന്ന് വെയിലുള്ളത് കൊണ്ട് കുറച്ചൊക്കെ ഇവിടെ നന്നായി ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ നടക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. അതാണ് നമ്മുടെ പോത്തപ്പന്മാർ വേണ്ട. അപ്പോൾ അതാ ഓടുന്നുണ്ട്. അപ്പുറത്ത് പഞ്ചായതുകൊണ്ട് അങ്ങോട്ട് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ 3 ദിവസം ഇവരെ പാടത്തേക്ക് കൊണ്ടുവരുന്നത്. 3 ദിവസം നമ്മൾ ഈ ഒരു സൈഡ് തന്നെയാണ് മേയ്ക്കുന്നത്. അവർ ഓട്ടോമാറ്റിക്കലി ഇവിടേക്ക് തന്നെയാണ് വരുന്നത്. അല്ല, അപ്പുറത്തെ സൈഡും മേയ്ക്കാനുണ്ട് കേട്ടോ. റോഡിൻ്റെ അപ്പുറത്തെ സൈഡും അങ്ങോട്ട് വിടാമെന്ന് വെച്ചതാണ്. പക്ഷെ ഇവരിപ്പുറത്ത് വന്നതുകൊണ്ട് നമ്മളിവിടെ മേയ്ക്കാനായിട്ട് ഗൈസ്. അപ്പോൾ നമുക്ക് ഒരവിടെ പോയിട്ട് സിറ്റ് ചെയ്യാം, ഇരിക്കാം. ഇവരവിടെ നല്ല സ്ഥലം നോക്കി നമുക്ക് ഇരിക്കാം. ഇപ്പോൾ കുറച്ച് ഡ്രൈ ആയതുകൊണ്ട് അത്രയ്ക്ക് നടക്കാൻ റിസ്ക് ഇല്ല. അപ്പോൾ നിൽക്കുന്നുണ്ട്. കുറച്ച് ഡ്രൈ ദേവാ നിൽക്കൂ. ഹായ് ഗായ്സ് സോറി. അവിടെ പോയിട്ട് ഇറങ്ങാം, അവിടെ ഇറങ്ങണ്ട. പോത്തുകൾ പിന്നെ വന്ന് അവർക്ക് ഇവിടെ നല്ല പരിചയം, ഏതിൽ കൂടെ എങ്ങനെ പോകണം എന്നൊക്കെ അവർക്ക് അറിയാട്ടെ. അതുകൊണ്ട് അവർ കറക്റ്റായി നടക്കുന്നുണ്ട്. നിക്കൂസിനൊന്നും ചെരുപ്പ് അഴിപ്പിക്കാൻ പാടില്ലാണ്ട് ചെരുപ്പൊക്കെ ഇട്ടിട്ടാണ് കൊണ്ടുവന്നത്. അല്ലെങ്കിൽ ചളിയിൽ ഫുള്ള് നടത്തുകയാണേ. വേണ്ട, നമ്മുടെ പോത്തപ്പന്മാരിതാ മേയാൻ പോകണം. അപ്പോൾ പോത്തമ്മ നോക്കി നിൽക്കണം. ഇന്നും ഇവിടെയാണ് മേയ്ച്ചൽ. അല്ലെങ്കിൽ ഇവർ നേരെ ആ വരുമ്പത്തൂടെ കയറിയിട്ട് ടവറിൻ്റെ താഴെ പോയി മേയും. ഇന്നിപ്പോൾ ഇതാ ഈ പാടത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെയൊക്കെ നിറയെ മേയാനുണ്ട് കേട്ടോ. പിന്നെ അവർക്ക് കുടിക്കാൻ നിറയെ വെള്ളവും ഉണ്ട്. ഇപ്പോൾ കേസ് നമ്മളെല്ലാവരും ഉണ്ട് കേട്ടോ. പിന്നെ വെയിലുള്ളത് കൊണ്ടാണ് ഒരു ഉച്ച സമയം പോലെ തോന്നുന്നു. അപ്പോൾ നമ്മുടെ പോത്തുകുട്ടപ്പന്മാർ മേയട്ടെ. നമുക്കിതൊക്കെ തോടെ വയ്ക്കാം. പൊന്നു ഔട്ടിങ്ങിന് വന്ന പോത്ത് മേയ്ക്കാൻ വന്നാ പഴം പുഴുങ്ങിയിട്ട് എടുത്തിട്ട് വന്നതാണ് കേട്ടോ. എന്തായാലും അവൻ കളിക്കുമ്പോൾ അവന് വിശക്കുമല്ലോ. അപ്പോൾ എനിക്കും വിശക്കില്ല. അപ്പോൾ വേണം പഴം വേണ്ട. ഞങ്ങൾക്ക് പോത്ത് മേയ്ക്കുക എന്നുള്ളത് ശരിക്കും ഒരു എൻ്റർടൈൻമെൻ്റ് ആണ്, ഒരു ഔട്ടിംഗ് ആണ് ഞങ്ങൾക്ക്. എല്ലാവരും ശരിക്കും അതൊരു വലിയ പണിയായിട്ടും കഷ്ടപ്പാടായിട്ടും നമുക്ക് ശരിക്കും അതൊരു വല്ലാത്തൊരു എൻജോയ്മെൻ്റ് ആണ്. ശരിക്കും ഒരു സമയം പോക്കും ഭയങ്കര ഒരുപാട് അതാണ് നമ്മൾ ഒരു കാര്യത്തിനെ ഒരുപാട് ഇഷ്ടപ്പെട്ട് അല്ലെങ്കിൽ ഒരുപാട് ആഗ്രഹിച്ച് ചെയ്യുമ്പോൾ കിട്ടുന്നൊരു ഫീലില്ലേ ശരിക്കും, അത് നമുക്ക് ആസ്വദിച്ച് ചെയ്യാൻ പറ്റും. ഞങ്ങൾ ഇക്കാര്യത്തിൽ പോത്ത് വളർത്തുക, പോത്ത് എന്നല്ല, ഇനിയിപ്പോൾ ഞങ്ങൾ ഇത് കൊടുത്ത് പശു വാങ്ങിക്കുകയാണെങ്കിലും ശരി, എന്താണെങ്കിലും ശരി, ഞങ്ങൾക്കത് ഭയങ്കര ക്രേസാണ്. അതുകൊണ്ട് ഞങ്ങൾക്കത് ചെയ്യുമ്പോൾ തന്നെ എന്താ പറയുക, ഭയങ്കര ഒരു ത്രില്ലും ഭയങ്കര സന്തോഷമായി ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. കാണുന്നവർക്ക് എന്താ പറയുക, പലതും തോന്നാം. ഞങ്ങൾ രണ്ടുപേരും പഠിച്ചവരാണ്, എന്നിട്ട് ഇതിലേക്കാണോ എന്നൊക്കെ പറഞ്ഞിട്ട് പുച്ഛിക്കുന്ന ആൾക്കാരുണ്ടാവും. പുച്ഛിക്കുന്നവരോടൊക്കെ പോയി പണി നോക്കാൻ എനിക്ക് പറയാനുള്ളൂ. കാരണം ഞങ്ങളിത് ആഗ്രഹിച്ച് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇതിൽ ഒരുപാട് സന്തോഷം കിട്ടുന്നുണ്ട്. നമ്മൾ മറ്റുള്ളവരെ നോക്കാണ്ട് നമുക്ക് എന്താണോ ഇഷ്ടം അതുപോലെ ജീവിക്കുക. ഇപ്പോൾ ഈ പോത്ത് വാങ്ങിച്ചു, പോത്തിപ്പോൾ മേക്കൽ പപ്പൂനെ ഒറ്റയ്ക്ക് ഏൽപ്പിച്ച് നമുക്ക് വീട്ടിൽ മിണ്ടാണ്ട് കുട്ടിനെ നോക്കിയിരിക്കാം. പക്ഷെ ഞങ്ങൾക്ക് ഇതൊക്കെ ഒരു സമയം പോക്കണം. ഇവിടെ വന്ന് ഇങ്ങനെ കളിച്ച് ഇങ്ങനെ ഫുഡൊക്കെ കൊണ്ടുവരുന്നുണ്ട്. നമ്മൾ പോപ്കോൺ എടുക്കാൻ മറന്നു. ഇങ്ങനെ വന്ന് അതുകളിങ്ങനെ മേഞ്ഞിങ്ങനെ നടക്കും. നമുക്ക് ഒരു ഭാഗത്തിരുന്ന് കഴിക്കാം. നമുക്കൊരു സമയം പോക്കില്ല. അപ്പോൾ അത് നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാം നമ്മളിങ്ങനെയൊക്കെയാണ് എന്നുള്ളത്. അങ്ങനെ നമ്മളൊരു വീഡിയോ എടുക്കണമെന്ന് മാത്രം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. മിക്കൂസും എന്താ പറയുക, അവനും ജനിച്ച നാളെ മുതൽ ഇതൊക്കെ കണ്ടുകൊണ്ടാണ് തോന്നുന്നു അവനും ഇത് വല്ലാത്തൊരു വൈബാണ്. അവനും ഭയങ്കര സന്തോഷമാണ്. അത് നിങ്ങൾ വീഡിയോയിൽ കാണുന്നവർക്ക് അറിയാം. ഞങ്ങളുടെ ഓരോ വീഡിയോസിലും അവനും എത്രത്തോളം ഇതൊക്കെ ഞങ്ങളുടെ കൂടെ എൻജോയ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അവൻ കുഞ്ഞുനാൾ മുതൽ ഇതൊക്കെ തന്നെയാണ് കണ്ടു വളരുന്നത്.
ഇതും പിന്നെ കുറേ ക്രിക്കറ്റ്. അതുകൊണ്ട് തന്നെ അവനും അതൊരുപാട് ആസ്വദിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് അതിൽ പരം വേറെ സന്തോഷമൊന്നുമില്ല. ഞങ്ങൾക്ക് മൂന്നാൾക്ക് ഞങ്ങളുടെ എന്താ പറയുക സന്തോഷമാണ് വലുത്. അല്ലാതെ മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു അല്ലെങ്കിൽ എന്ത് പറയണമെന്നുള്ളത് ഞങ്ങളൊരിക്കലും കെയർ ചെയ്യാറില്ല. സോ നമുക്ക് എന്തായാലും പോത്തിൻ്റെ വീഡിയോ എടുക്കാം. രസകരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡേ ഇൻ മൈ ലൈഫോ അല്ലെങ്കിൽ നമ്മൾ ഔട്ടിങ് പോകുന്നതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂട്ടോ. അതുപോലെ തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണില്ലേ, ആ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ, വേണമെങ്കിൽ നമ്മൾ ചെയ്യാം. കാരണം ഞങ്ങളുടെ സപ്പോർട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളാണ്. നമ്മളുടെ വീഡിയോസ് കണ്ട് ലൈക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കമൻറ്റ് ചെയ്യുന്ന ഓരോരുത്തരുമാണ് ഞങ്ങളുടെ ബലം. ഞങ്ങളുടെ പ്രേക്ഷകരാണ് ഞങ്ങളുടെ ബലം. അപ്പോൾ ഗൈസ് ഇതാ നമ്മുടെ പോത്തുകൾ ഇതാ മീൻ കയറിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നമുക്കിത് ആ വരമ്പിൽ വേണ്ട നല്ല വൃത്തിയാക്കിയിട്ടിരിക്കുന്നുണ്ട്. ആ വരമ്പിലിരിക്കുക. പോത്തുകൂട്ടന്മാർ മേയുണ്ട്. അപ്പോൾ ഇന്നലത്തെ വീഡിയോ കണ്ടവർക്ക് അറിയാം, പോത്തിന് മേലെ ഫുള്ളും ചളിയിൽ ഇത് അവിടെ ചളിയിൽ കിടന്ന് ഉഴച്ചിട്ട് ചളിയായിരുന്നു കേട്ടോ. അവൻ അധികം മേയുന്നുണ്ട്. ഇവർ രണ്ടാളും അവിടെ മേയുന്നുണ്ട്. പുല്ല് കിട്ടാത്തത് കൊണ്ടാ തോന്നുന്നു. നന്നായി മേയട്ടെ. ഇതാണ്ട് ഈ ചളി വെള്ളത്തിൽ കിടന്ന് ഉഴയ്ക്കും കേട്ടോ. ഉഴയ്ക്കണമല്ല. എന്നിട്ട് ഇന്നലെ അപ്പോൾ നമ്മളെപ്പോഴും കഴുകാറുള്ള ആ തോട്ടിൻ്റെ അവിടെ കൊണ്ടുപോയി കഴുകിയിട്ടാണ് പോത്തിനെ വൈകുന്നേരത്ത് കെട്ടിയിട്ടത് കേട്ടോ. അപ്പോൾ അതാ അവൻ ആ പാടത്തേക്ക് കൊണ്ട് ബാ ഇവർ രണ്ടാളും കണ്ട്. ഈ പാടത്ത് നന്നായി മേയാനുണ്ട്, നിറയെ പച്ചപ്പുണ്ട്. പക്ഷെ അവിടെയൊന്നും അത് മേയാനില്ല. അവൻ ഇങ്ങനെ നടക്കണേ. അവനെങ്ങോട്ടാക്കിയിട്ട് പപ്പു. അപ്പോൾ അതാ നമ്മുടെ പോത്തുക്കുട്ടന്മാർ കണ്ട്. ഇവർ രണ്ടാളും തകൃതിയായിട്ട് മേയുന്നുണ്ട് കേട്ടോ. മിക്കൂസിൻ്റെ കൂടെ അവരിങ്ങനെ കളിക്കണതുകൊണ്ട് എനിക്കിങ്ങനെ വീഡിയോസ് എടുക്കാൻ പറ്റും. അതുകൊണ്ട് ഈ പുല്ലൊക്കെ തിന്നാൻ നല്ലതായിരിക്കും. പക്ഷെ അവന്മാർ തിന്നുണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. മേയട്ടെ, മേച്ച് വയറ് നിറയ്ക്കട്ടെ അല്ലേ. ബീർ വേസ്റ്റൊക്കെ കൊടുത്താൽ നല്ലതാണ് കേട്ടോ. നമ്മളിപ്പോൾ ഗോതമ്പത്തവിടും നെല്ലിത്തവിടും ബീർ വേസ്റ്റും കൂടിയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിൽ നെല്ലിത്തവിട് നമ്മൾ സ്റ്റോപ്പ് ചെയ്യാൻ പോവാണ്. എന്നിട്ട് ബീർ വേസ്റ്റ് തന്നെ കൂടുതൽ വാങ്ങിച്ചു കൊടുക്കാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ. ഇനി കുറച്ച് നടന്നു കഴിഞ്ഞതാണ് ഇത് 2 പാടം കഴിഞ്ഞാൽ ആ പന കാണുന്നുണ്ടോ, അത് റോഡാണ്. അതുകൊണ്ട് വണ്ടി പോകുന്നുണ്ട റോഡാണ് കേട്ടോ. നമ്മൾ പാലക്കാട് നെന്മാറ മെയിൻ റോഡ് എത്തും. അവനതാ ഓടെ നോക്ക്. പിന്നെ ഇതാ അവിടെ മേയാനുണ്ട് കേട്ടോ. നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ അവരവിടെ നിറയെ പുല്ലുള്ളവിടെ മെയിൻ കണ്ടില്ലേ. ഇതാ പിള്ളേർ അതാ പോയിരിക്കുന്നുണ്ട്. മിക്കൂസും പിള്ളേരും അവിടെ കളിക്കുകയാണ്. അവരവിടെ ഇരുന്ന് എന്തൊക്കെയൊക്കെ നോക്കിയിരിക്കുന്നുണ്ട്. അതാ അവരും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നിൽക്കുന്നുണ്ട്. ഞാനിതാ വരമ്പിലിരിക്കുക. അവരിവിടെ മേയുമല്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നേരിവിടെ എത്തിയിട്ടാ. ദിവസമൊക്കെ നമ്മുടെ പോത്തപ്പന്മാർ മേയട്ടെ. നമുക്കിന്ന് ഇത്തിരി കുറച്ച് നേരത്തെ പോകണം. ഞാനിതാ കുപ്പിയും പിടിച്ചിട്ട് പോത്തുകളുടെ ബാക്കിൽ ഇങ്ങനെ നടക്കുകയാണ്. ഇതാ പിള്ളേർ നമ്മുടെ പുറകിൽ അതാ ഓടി വരുന്നുണ്ട്. അപ്പൂ അതാ കണ്ട അപ്പൂ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പോത്ത് ജീവിതം ഭയങ്കര വൈബാണ് കേട്ടോ. കാരണം ഇവരുള്ളത് കൊണ്ടാണ് നമ്മളിങ്ങനെ പോത്ത് മേയ്ക്കാൻ വരുന്നൊരു പോത്തിനെ മേയ്ക്കണ്ടേന്ന് വെച്ചിട്ട് നമ്മൾ വരുമ്പോഴാണ് നമുക്കിതൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. നമ്മളിവിടെ വരുന്നത് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യണതൊക്കെ കേട്ടോ. പോത്തില്ല എന്നുണ്ടെങ്കിൽ ഈ ടൈമിൽ വല്ല കുക്കും ചെയ്ത് വീട്ടിൽ മിണ്ടാണ്ടിരിക്കും. ഇപ്പോൾ പോത്തുള്ളത് കൊണ്ട് ഇതുകളിങ്ങനെ മേയാൻ വരുമ്പോൾ നമ്മൾ ഇതുകളുടെ കൂടെ അപ്പു അല്ലെങ്കിൽ വന്ന് മേയിച്ചിട്ട് അപ്പു കൊണ്ടുവരും. പക്ഷെ നമ്മളും കൂടെ ഇങ്ങനെ വരുമ്പോൾ നമുക്കും ഒരു സമയം പോക്കാണ്. അതുപോലെ തന്നെ നമുക്കിതൊരു വ്ളോഗായിട്ടും എല്ലാവർക്കും കാണിച്ചും കൊടുക്കാമല്ലോ. ഓരോരുടെ ലൈഫ് ഓരോ രീതിയിലാണ്. ഇപ്പോൾ നമ്മുടെ ലൈഫ് ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ പോത്തുക്കുട്ടന്മാരുടെ കൂടെ. അപ്പോൾ അതാ അവൻ നന്നായി വരമ്പത്ത് നിന്ന് മേയുന്നുണ്ട്. വേണ്ട അവർ രണ്ടാളും അതാ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പോത്തപ്പന്മാർ മേട്ട് ഇതാ അവിടെ മരം മുറിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അത് വീണു, അതെടുക്കാൻ പറ്റിയില്ല. അവർക്ക് ഭയങ്കര സന്തോഷമായിട്ടോ പിള്ളേർക്ക്. മിക്കൂസിനെ നോക്കാൻ പിള്ളേരുള്ളതുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഓരോ കഥകളൊക്കെ പറഞ്ഞ് വീഡിയോ എടുക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ പോത്തുക്കുട്ടന്മാർ മേയട്ടല്ലേ, കുറേ നേരം മേഞ്ഞിട്ട് നമുക്ക് പിന്നെ ആട്ടിയിട്ട് പോകാം, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് പ്രത്യേകിച്ചിട്ടൊന്നുമില്ല. നമ്മളിങ്ങനെ പോത്ത് മേയ്ക്കാൻ വരുമ്പോൾ നമ്മുടെ ചെറിയ ചെറിയ വിശേഷങ്ങളാണ് കേട്ടോ നമ്മുടെ വ്ളോഗിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അതാ മിക്കൂസ്, അപ്പു, നമ്മുടെ പോത്തുക്കുട്ടന്മാർ ഇതാ മേയുന്നുണ്ട്. ഇവിടെ ഇരുന്ന് ഗൈസ് അപ്പു ഇരിക്കുന്നുണ്ട്. അവിടെ ഇരുന്ന് കുറച്ച് നേരം ഫോണും നോക്കാതാക്കും ചെയ്യാതെ പിള്ളേർ അവിടെ കളിക്കുകയാണ്, ഓടുന്നുണ്ട്.
അത് നമുക്ക് ഇവിടെ ഇരുന്ന് കുറച്ച് റെസ്റ്റ് എടുക്കാം, കുറച്ച് ഫോണിൽ റീൽസൊക്കെ കണ്ടിരിക്കാം. അതും ഒരു സമയം പോക്കാടല്ലോ. നമ്മളൊന്നും ഒരവിടെ ഇരിക്കാൻ വിടില്ല കേട്ടോ. നമുക്കിവിടെ നിറയെ മേയാനുണ്ട്. പക്ഷേ ഇവന്മാർ അപ്പോൾ അവിടെയുള്ള പാടത്തേക്ക് കയറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാ അത് നാട്ടിൽ മേയ നിറയുള്ളവിടെയാണ് നമ്മൾ ആക്കി വിടുന്നത്. പക്ഷെ ഇവന്മാർ മേയാണ്ട് ഇങ്ങനെ നടക്കുകയാണ്. എന്താ ഇവിടെ വന്നിട്ട് ഇപ്പം നിൽക്കുന്നത്. നമ്മൾ കുറച്ച് റെസ്റ്റ്. നമുക്ക് റോഡ് റാബിറ്റ് മില്ല് ഇതാ ഇവിടെ എത്തി. ഈ 2 പാടവും കൂടി കഴിഞ്ഞ മെയിൻ റോഡ് എത്തിയിട്ട് ഗൈസ്. ഇവിടെ വന്നിട്ട് അപ്പം മേയിച്ചൽ ഇവിടെ ഒന്നും മേലില്ല. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ ആക്കി വിടാം. അതിൻ്റെ ഉള്ളിൽ നിറയെ മേയാനുണ്ട്. അവന്മാർ ഇങ്ങനെ നടക്കും, കുറച്ച് നേരം തിന്നും. നമ്മൾ കുറച്ച് കണ്ണ് വെച്ച് കഴിഞ്ഞാൽ അപ്പോഴേക്കും അവൻ എന്തൊട്ടാ കാണിക്കണ മേടാ. ഇത് തോടാലേ, ഇത് തോടാണേ. അപ്പുറത്തേക്ക് പോയതിൻ്റെ ഉള്ളിൽ കിടക്കും. നമുക്ക് ഇവിടെ മേയാൻ ഇഷ്ടം പോലെ പുല്ലുകളുണ്ട്. ഇഷ്ടം പോലെ പുല്ലുണ്ടായിരുന്നു, ഇഷ്ടം പോലെ പുല്ലുണ്ട്. എന്നിട്ടാണ് ഇവന്മാർ മേയാത്തത്. അവൻ മേയുന്നുണ്ട്. ഒരാൾ മേയുമ്പോൾ 2 ആൾ നടക്കും, 2 ആൾ മേയുമ്പോൾ 1 ആൾ നടക്കും. ഈ എന്താടാ പോത്തുകളെ നിങ്ങൾ കാണിക്കണത്? അടുത്തത് അങ്കം വെട്ട്. ഒരുത്തനെ കുത്തി, അവൻ മറ്റവനെ കുത്തി, അങ്ങനെ 3 ആളും കൂടെ ഓടി. അയ്യോ അയ്യോ, നോക്കുമ്പോൾ വെള്ളപ്പൂ കാണാൻ നല്ല രസമില്ലേ? വെള്ളപ്പൂവല്ല, എന്താണ് ഇവൻ്റെ നാട്ടിൽ കൊറ്റിപ്പൂ. ഇവൻ്റെ നാട്ടിൽ ഇതിന് കൊറ്റിപ്പൂ എന്ന് പറയും. പോത്തുകളെ നിങ്ങൾ മേഞ്ഞ അതിൽ കൂടെ വരൂ, ഞങ്ങൾ ഇതിൽ കൂടെ നടന്നു വരാം. നമ്മുടെ പോത്തുക്കുട്ടമ്മേൻ്റെ അടുത്ത് നമ്മൾ കുശലമൊക്കെ പറഞ്ഞിട്ട് പോത്ത് മേയ്ക്കണം കേട്ടോ. മിക്കൂസ് അവർ അതാ വരുന്നുണ്ട്. അപ്പോ വിളിച്ചിട്ട് അതാ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പോത്തപ്പന്മാർ മേയട്ടെ ഗൈസ്. നമുക്ക് ഇതാ ഇവിടെ മിണ്ടാണ്ട് നിൽക്കാം. അവിടെ മിണ്ടാണ്ട് നിൽക്കാം. നമ്മുടെ പോത്തപ്പന്മാർ അതാ മേയുണ്ട്. എന്താ മിക്കൂസ് അവർ വരുന്നുണ്ട്. ക്യാമറൻ്റെ ഫ്രണ്ടിൽ പൊട്ടിയത് കൊണ്ട് ഇത്തിരി ക്ലിയർ ഇല്ല. നമുക്ക് ഗൊറില്ല ഗ്ലാസ് മാറ്റാനായിട്ടപ്പോൾ. അപ്പോൾ നമ്മുടെ പോത്തപ്പന്മാർ മേയട്ടെ ഗൈസ്. അപ്പം നമ്മളിതാ പോത്തിനെ മേയിച്ചിട്ട് വീട്ടിൽ പോകണം കേട്ടോ ഗൈസ്. അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വ്ളോഗ്. നമുക്ക് വീട്ടിലോട്ട് പതിയെ പോവാം. അവരവിടെ മേയുന്നുണ്ട്. അപ്പോൾ ആട്ടിയിട്ട് വരാമെന്ന് വെച്ചു. നമുക്ക് ഇങ്ങനെ മെല്ലെ പോവാം ഗൈസ്. അയ്യോ ഇവിടെയൊക്കെ ഫുള്ളും കുഴിഞ്ഞു പോകണം ഗൈസ്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് ഒരു നല്ലൊരു വീഡിയോയുമായി വരുന്നതായിരിക്കും. ബൈ ഗൈസ്. അതാ നമ്മുടെ പോത്തപ്പന്മാർ ഇങ്ങനെ മേയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർ മേഞ്ഞിട്ട് വരട്ടെ. അപ്പോൾ നമ്മൾ പോവുകയാണ്. അപ്പോൾ പോത്തിനെ ആട്ടിയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മളിതാ പിള്ളേരും മിക്കുമൊക്കെ കൂടെ നമ്മൾ വീട്ടിലോട്ട് പോകണം. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോയുമായി വരുന്നവരേക്കും ബൈ ഗൈസ്.